കുറച്ച് നേരം കണ്ണടച്ചൊന്ന് കിടന്നു നോക്കടാ, ചിലപ്പോൾ ഉറക്കം വരും. നല്ല പനിയുണ്ട്, ഭയങ്കര മേലുവേദന. ഞാനാണ് റൂമിൽ ഒറ്റയ്ക്കാ. NHS വിളിച്ചിട്ട് എമർജൻസി ആണെന്ന് പറഞ്ഞാലോ? കൊണ്ടുപോകില്ലേ? അതൊന്നും നടക്കൂലടാ, പനിക്കൊന്നും അവർ വരൂല. നീ മരുന്നെല്ലാം കഴിച്ചായിരുന്നോ? ഇവിടെ മരുന്നൊന്നും ഇരിപ്പില്ല. ഞാൻ മരുന്നെല്ലാം കിട്ടുമോ നോക്കട്ടാ, എന്നിട്ട് അങ്ങോട്ട് വരാം. ആ ഓക്കെടാ. എന്നാലും കാശ് ചെലവുണ്ടടാ, അതുകൊണ്ട് വാപ്പ പോണ്ടാന്നാ പറയണേ. വാപ്പയ്ക്ക് ഇപ്പോഴും ആ പേടിയുണ്ട് അവളെ ഒറ്റയ്ക്ക് വിടാനേ. മോനെ, നീ വാപ്പോടൊന്ന് പറയോ? ഞാൻ കുറച്ച് തിരക്കിലാമോ, പിന്നെ വിളിക്കാം. ഹലോ, അല അല. പോലീസുകാര് വീട്ടിൽ കയറി പൊക്കുന്ന അവസ്ഥ വരെ എത്തിച്ചല്ലേ കാര്യങ്ങൾ. ഇനി ജയിലിൽ കിടക്കുന്ന കാണാവുള്ളൂ. രാവിലെ ഉടുത്തൊരുക്കി പോണാണ്ട് കഴിഞ്ഞത്തോന്നും കളക്ടർ ഉദ്യോഗത്തിന് പോണെന്ന് വല്ലവന്റെ എച്ചിപ്പാത്രം എടുക്കത്താനല്ലോ ഈ പോക്ക്. ഞാൻ എന്തേലൊക്കെ ചെയ്ത് ജീവിച്ചോട്ട് ആവാ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുന്നോണ്ടാണ് പോലീസുകാർ ഈ വീട്ടിൽ കയറി നടക്കുന്നത്. UK പോണെന്ന് പറഞ്ഞിട്ട് എന്തായി? കൂടെയുള്ളമാരെല്ലാം സ്വന്തം കാര്യം നോക്കി പോയില്ലേ? എനിക്ക് പോയതാണ്. നീ കൺവെട്ടി തന്ന് പോയാലേ ഈ ചെറുക്കനെങ്കിലും രക്ഷപ്പെടും. Sister, Duty doctor left this evening. He won't be back until tomorrow. Okay? sister. So let him in. Let him sit on the chair, bhai. Why? अंदर तो नहीं कम से कम. ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയടാ. നീ ഹോസ്പിറ്റലിൽ പോയാ? ആ, ഇവിടെ ഡോക്ടർ ഇല്ല, നാളെ രാവിലത്തേക്ക് എത്തുമെന്ന് പറയുന്നത്. ഡാ, നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്തോ, ഞാൻ എവിടെന്നേലും മരുന്നൊപ്പിച്ചോണ്ട് വരാം. രാവിലെ ഡോക്ടർ എത്തുമ്പോൾ തന്നെ കാണാം. ശരിയടാ. ഓക്കെടാ. Oh God. ये ना अभी कुछ इसको ना हो जाए. He's not well. He's not well. Can see. ഹലോ ചേട്ടാ. ആ പറമോനെ. എൻ്റെ ഫ്രണ്ടിന് തീരെ സുഖമില്ല, നല്ല പനിയാ. ആണോ? ഇവിടെ ആണെങ്കിൽ മരുന്ന് മേടിക്കാൻ കടകളെല്ലാം അടച്ചിരിക്കുക. എടാ, അപ്പൊ ഹോസ്പിറ്റലിൽ പോയില്ലേ? ചേട്ടാ, നൈറ്റ് ഇവിടെ ഒരു പുണ്ണാക്കുമില്ല. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു വന്നതാ. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ നോക്കട്ടെ. ആ ശരി ചേട്ടാ. Who is he? वो कौन था? ऐसे भी नहीं है. നീയാണ് ഇവന് വളം വെച്ചു കൊടുക്കുന്നത്. ഇവനെ കണ്ടല്ലേ ഇളയവൻ പഠിക്കുന്നത്. ഇവനെ കൂടെ വഷളാക്കി അവ അടങ്ങും. നീ നോക്കിയോ? അത് അവന്റെ അല്ലെന്നാ പറയണത്. അവന്റെ അല്ല പിന്നെ ആരുടെ? അവന്റെ ചത്തുപോയ വാപ്പ കൊണ്ട് വെച്ചാ? ചുമ്മാ നാക്കെടുത്ത കള്ളേ പറയും. അതെന്റെ ആയിരുന്നു. എന്താ? നീ അവര് വക്കാലത്ത് കുടിക്കാൻ നിൽക്കണ്ട. അല്ല, എന്റെ ആയിരുന്നു. എനിക്ക് പ്രശ്നം വരാതിരിക്കാൻ ഇക്കേറി ഏറ്റതാണത്. ഓ, നല്ല ഇക്ക. കൂടെ കൊണ്ടുവരുന്ന എവനെയും കൂടെ നശിപ്പിച്ചപ്പോ നിനക്ക് മതിയായല്ലോ. ഇനി രണ്ടും കൂടെ വലിക്കാൻ നിൽക്കണ്ട. കൂട്ടിയിട്ട് കത്തിച്ച് ആഴി പിടിച്ചാ മതി. അതെന്തുവേണോ വെച്ചാൽ നമ്മൾ ചെയ്തോളാം. മാമ അവിടെ പണി നോക്ക്. രക്ഷിത മതി, നിർത്തും. നീ മിണ്ടാരി. ഇടയ്ക്കിടയ്ക്ക് വഴക്കോരാൻ വരുന്നല്ല, ഇയാളെ കൊണ്ട് വല്ല ഗുണവും നമുക്കുണ്ടാ? പത്ത് പൈസയുടെ വകയില്ലെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഓ, ഇത്ര നാളും പണിയെടുത്ത് നിങ്ങൾ എന്തുണ്ടാക്കി? എന്തായാലും നിന്നെ പോലെ കഞ്ചാവ് വെച്ചോടെ നടത്തേണ്ടി വന്നിട്ടില്ല എനിക്ക്. ഇനി മേല യവന്മാരെ ഒരാവശ്യത്തിന് എന്നെ വിളിച്ചേക്കില്ല. Oh God. Six miles. कोई तो है. कौन है? Oh, he. മരുന്ന്.
ചേട്ടാ പൈസ. ഓ അതൊന്നും വേണ്ട മോനെ. ചേട്ടാ भाई इसको गलत समझ रहे थे हम. वही ഓരോ സ്ഥലത്ത് ഓരോ വേഷത്തിൽ अपने ही लोग काम आते हैं. ഒരു ജീവിതമല്ലേ ഉള്ളൂ, ജീവിക്കണ്ടേ അനിയാ. Oh. He's a nice man. ആഷിക ഇക്ക സോറി ഇക്ക. നീ എന്തിനാണ് അങ്ങനെയൊക്കെ വിളിച്ചു പോകാൻ പോയത്? ഇത്ര നാളെ എനിക്ക് മാത്രം ഉണ്ടായിരുന്നുള്ള ചീത്തപ്പേര്. ഇപ്പൊ രണ്ടാൾക്കും ആയില്ലേ? Oh. ആ പേരൊക്കെ തലയിലാണ്ടല്ലോ. പോവാ നല്ല പാടാ. അതൊന്നും ഞാൻ അപ്പൊ ഓർത്തില്ലിക്ക. നീ അങ്ങേര് ചെന്നിന് നാട്ടുകാരത്തൊക്കെ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതെന്തോ. എന്തേലും പറയട്ടെ, എനിക്കിപ്പോ ഒരു ആശ്വാസമുണ്ട്. ഈ ആശ്വാസം അധികം നാളൊന്നും കാണത്തില്ല. ഏയ്, ഇനിയുള്ള 4-5 വർഷം നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതനുസരിച്ചിരിക്കുന്നു നമ്മളെ ഭാവി. ഒറ്റ ദിവസം കൊണ്ടുവന്ന ചീത്തപ്പേര് പോവാനേ വർഷങ്ങളെടുക്കും. മനസ്സിലായിക്ക. ഞാൻ ഇനി നല്ലപോലെ പഠിച്ചോളാം. പഠിച്ചാൽ നിനക്കും കൊള്ളാം, എനിക്കും കൊള്ളാം. നീ ഇത് എന്തിനാ വരാൻ പറഞ്ഞു? അടിവിടാൻ വയ്യ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അന്നത്തെ കുണച്ച മെസ്സേജ് കണ്ടപ്പോ അതിന്റെ വാശി കയറി വന്നതാണ് ഞാൻ. എന്തോന്ന് ഉണച്ച മെസ്സേജ്? നീ അയച്ചില്ലേ, നീ ഇങ്ങോട്ടൊന്നും വരണ്ട, അവിടെ നിന്ന് പഠിച്ചാ മതി, ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനെന്നൊക്കെ. ആ, ഈ ദേഷ്യത്തിൽ വായിച്ചാൽ നിനക്കതൊരു കുണച്ച മെസ്സേജ് ആയിട്ടേ തോന്നൂ. പിന്നെ എടാ ക്നാപ്പ, അതൊരു സമാധാനത്തിലേക്ക് വായിക്കണമായിരുന്നു. എങ്ങനെ സമാധാനത്തില്? Exactly. Oh, I got it. वो फंसा हुआ है यहाँ पे. നീ ഇങ്ങോട്ട് വരണ്ട, നീ അവിടെ നിന്ന് പഠിച്ചാ മതി. നീ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? Oh God, he was just protecting you. നീയും കൂടി ഇവിടെ വന്ന് ഈ വെയിലത്ത് കിടന്ന് പുഴുക്കണ്ടെന്ന് വിചാരിച്ചാണ് വരണ്ടെന്ന് പറഞ്ഞത്. അപ്പോഴേക്കും നീ അച്ഛൻ്റെ വാക്കും കേട്ട് പെട്ടിയെടുത്ത് ഇങ്ങോട്ട് കയറി പോന്നു. അങ്ങേർക്ക് അവിടെ കാലുമ്പോ കാലും കയറ്റി ടിവിയും കണ്ട് കട്ടൻ ചായ മിച്ചറും കഴിച്ചിരുന്നാ മതി. ഒരു പണിക്കും പോവാണ്ട്. പോരാത്തന്നെ 4 പാടൊന്നും കടവും വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. Exactly. अपने बच्चों को नहीं बख्शा है उस आदमी ने. വിറ്റും ചിട്ടി പിടിച്ചൊക്കെയാണ് ആജ്ഞാപിക്കാൻ മാത്രമായിട്ടൊരു ഗൃഹനാഥൻ. ഈ പ്രായത്തിൽ നമ്മളെ 2 പേരും ഗൾഫിലേക്ക് കയറ്റി അയച്ചെന്തോ വലിയ കാര്യം ചെയ്ത മട്ട. അങ്ങേരുടെ കടം വീട്ടാനാണ് നമ്മളെയൊക്കെ കൂടി കയറ്റി അയച്ചത്. He sent us to pay his debts. seriously. अरे अब तक आया नहीं है ना? ഞാൻ ഒരു കാര്യം പറഞ്ഞാ നീ ചൂടാവരുത്. ഈ വെയിലത്തിന് എന്തോന്ന് ചൂടാവാൻ? നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്നാ 2 പേരുടെയും ജീവിതം കരിഞ്ഞു പോകും. അതുകൊണ്ട് നീ നാട്ടിൽ പോയി എന്തെങ്കിലും കോഴ്സ് പഠി. കോഴ്സ് തുലിക്കാൻ നിന്റെ അച്ഛൻ തരുമോ പൈസ? അണ്ണ എനിക്കും കൂടി ഒന്ന് സൈക്കിൾ തരുമോ അണ്ണ? നീ ഒന്നും ഓടിക്കണ്ട. നീ നാട്ടിൽ പോയി എന്തേലും പഠിക്ക്. ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് കാശ് അയച്ചു തരാം. ഓ,
നീ എനിക്ക് വേണ്ടി അങ്ങനെ വലിയ ത്യാഗമൊന്നും സഹിക്കണ്ട. ചേട്ടനെ പഠിപ്പിക്കാൻ വേണ്ടി മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അനിയൻ കൊള്ളാം. ആ പുല്യ ത്യാഗമൊന്നും അല്ല, നിനക്കല്ലേ ഏജ് ഓവറാവുന്നത്. അതുകൊണ്ട് നീ പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് എന്നെയും കൂടെ എന്തെങ്കിലും പഠിപ്പിക്കും. ഇല്ലേ നമ്മളെ രണ്ടുപേരെയും ജീവിതം തൊലഞ്ഞു പോവും. അല്ലാതെ നിന്റെ തന്ത ഒന്നും കൊണ്ട് തരാൻ പോണില്ല. ഹലോ ആശ, മോളെ നിനക്ക് സ്കോളർഷിപ്പ് എടുത്ത് പഠിക്കാൻ പോണോ? എന്നാ പൊക്കോ. വാപ്പയോട് ഞാൻ പറഞ്ഞോളാം. അപ്പ കാശാര് തരും? എനിക്ക് ആ കളർ തരോ? ഇതാ അതിനെന്താ, ഞാനല്ലാതെ പിന്നെ ആര്? ഞാൻ അല്ലാതെ പിന്നെ ആര്? വല്ലാതെ വാടല്ലേ പൂവേ, നീ എൻ്റെ കുഞ്ഞോമലല്ലേ, എന്നാളും നാം ഇനിയുന്നേ, നീ എൻ്റെ സുഖമാണോ? ഇക്കോ ആ എത്ര ആണെങ്കിലും പഠിച്ചു, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. കരയണ്ട. നിനക്ക് എന്നെ കെട്ടി നല്ല ചെറുക്കനെ കിട്ടും. തമ്മിൽ പിണങ്ങി പോവല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്ക് നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ. തമ്മിൽ പിണങ്ങി പോവല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്ക് നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ. വല്ലാതെ വാടല്ലേ പൂവേ, നീ എൻ്റെ കുഞ്ഞോമലല്ലേ, എന്നാളും നാം ഇനിയൊന്നേ, നീ എൻ്റെ പൂന്തണലല്ലേ. ഇനി ഇത് രണ്ടും കൂടി അടികൂടൂലേ? വല്ലാതെ വാടല്ലേ പൂവേ, നീ എൻ്റെ കുഞ്ഞോമലല്ലേ,
എന്നാളും നാം ഇനിയൊന്നേ, നീ എൻ്റെ പൂന്തണലല്ലേ, നമ്മൾക്ക് നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ, കൂടെ പിറന്നവരല്ലേ. എന്നാലും അന്ന് അവളുടെ ഇക്കാമല നീ എങ്ങനെയാ ഒറ്റയ്ക്ക് അടിച്ചിട്ട്? അതൊക്കെ അടിച്ചിട്ട് പിന്നെ 4 പേരെയും കൂടെ നീ ഒന്ന് ഒറ്റയ്ക്ക് അടിച്ചാ? സത്യം പറടാ, അന്ന് വേറെ ആരോ ഉണ്ടായിരുന്നു നിന്റെ കൂടെ. അതാര്? അതൊക്കെ ഉണ്ട്. हाँ वो तो फाइट दिखाई नहीं कैसे लड़ा है. वही Why you do this यार? कैसी हुई है यार ये? ओ विष्णु, विनायक, ओ जी. Masa Turupu taramu, banane turutai taramu. No, come on boys. Nah, oh, ये भी है. Onagubo, China mere, Vinna mere, Anagini, Onagubo. Come on, boys. Oh, A for Aura. A for Aura. ये टॉपर भी है. I think इसकी वेडिंग होगी. अपने आदमी को मार रहा है. मार नहीं रहा, रोक रहा था. Oh God. Vishnu, badass. Oh, ouch. Vishnu नहीं लड़ सकता. Oh God. भाई actually പരിതില്ലാതെ പരിതില്ല തെരിയില്ല പരിതില്ലാതെ പരിതില്ല ഏ ബനാനെ തുരുപ്പു തരാമോ ഏ ബനാനെ തുരുപ്പായി തരാമോ ഗൂട്ടരിനാ ഡരിനാ ഡരണ്ടേ come on take them down. എന്താണ് പ്രശ്നം? അത് ഈ മോൻ പപ്പടം ചേച്ചാ ആ മോൻ പപ്പടം കൊടുത്തില്ല. ഇത് എന്നെ പ്രശ്നം. Oh God. Papadam fight. Eh banane turutai taramu. You berina darina darande. देखना चाहिए. कैसे मूवी थी यार ये क्या थी ये मूवी? Oh God. Oh God. Really unexpected था वो last का fight. No यार, they have made an environment that oh God, that scene was really emotional. और मैं उस स्टेज से बाहर भी नहीं निकला था and they introduced the OG Wada boys. I was thinking यार, how can you end this movie without the OGs? And you know, ऐसे मोमेंट में क्यों इतना लो फील करवा दी मूवी ने अचानक से और फिर हाइप भी फील करवा दी? कैसे? How? Okay, the real question is, does this Vada was better from first Vada? Both are better for him. Both. Arey, yes or no? Yes. I mean. Yes. देखो,
अब मैं दोनों महाराज को कंपेयर तो नहीं कर सकता. ये एक्चुअली में आई थिंक इट वाज मोर इमोशनल देन फर्स्ट वारा. हाँ. बट जो बॉयज का एकदम है ना, कोर इनटू द हार्ट है, और वो ऑल द टाइम जो मुझे एकदम टच की है स्टोरी, वो एक्चुअली में वाड़ा वन ही है. ये रुला दी ने, ये पिक्चर ने रुला दिया सच में. कौन से फर्स्ट पार्ट में? नहीं, ये 2 ने बहुत रुलाया. फर्स्ट पार्ट में भी इमोशंस थे, आई अग्री, बट इतना नहीं रोया मैं यार, सीरियसली. Oh God, I can't come out of that. I can't come out of that environment, that emotional environment. And this film has a lot of message inside in it. And मुझे लिटरली है ना, वो सीन जब वो अपनी बहन से बात करता है ना, मुझे अपनी बहन की याद आती है. आई नो कि मैं ऑब्वियसली जैसा आपने टीवी पे देखा है, जैसे आपने मूवी में देखा है, भाई बहन ऐसे ही होते हैं, झगड़ा करते हैं, लड़ते हैं, लेकिन एट द एंड ऑफ द डे वी आर सिबलिंग एंड वी हैव टू, क्या बोलते हैं, लिव टुगेदर फॉर एवर. एंड दैट थिंग मेड मी इमोशनल टू माई कोर. फिर से रुलाएगा. अरे डोंट क्राई. पूरे वीडियो में मुझे बोल रही थी मत रो, अब खुद रो रही हो. डोंट क्राई. इट्स जस्ट दैट वी लव ईच अदर, बट क्या होता है, जैसे सिबलिंग्स होते हैं, वी डोंट शो टू ईच अदर कि हम लोग प्यार करते हैं, लेकिन डीप डाउन द कोर वी लव ईच अदर सो मच दैट वी कांट फॉरगेट. और ये पिक्चर देख के दैट बॉन्ड मेड मी मोर स्ट्रॉन्गर कि ब्रोस फॉरएवर, सिस फॉरएवर. इसका नाम सच में वैसी ही थी, द बी बायोपिक ऑफ बिलियन ब्रोस. बी बायोपिक ऑफ सिबलिंग्स भी हो सकती है. व्हाई नॉट. एनीथिंग एल्स यू वांट टू से अबाउट दिस मूवी? एंड में बहुत इमोशनल दिखा है, लेकिन जो लास्ट की फाइट थी उससे ना थोड़ा अभी अच्छा लग रहा है. वो That was a papadam fight. वही Papadam fight. और जो लास्ट में जो एक ओल्ड मैन जो पूछ रहा था नहीं कैसे हुआ, मैं उसको शायद जानती हूँ, मैंने कोई मूवी में तो देखा या था. फिर ऐसा हो सकता है कि मेरे को भी ऐसा लगा कि वो जो अंकल आंटी लास्ट में पूछ रहे थे, वो शायद फर्स्ट वाड़ा में कुछ तो होंगे. नहीं, फर्स्ट वाला में भी नहीं देखा मैं. बेजल की मूवी थी ना कुछ तो. I don't know. But it was really emotional. वही. It और was ऐसा really emotional and इमोशन में ऐसा वो फिर एंड में कैसे ला सकते हैं, ऐसा मतलब हंसाने और एक वाला. बात, I wouldn't think कि मुझे पता था क्योंकि मैंने फर्स्ट वाला देख रखी है, it's going to be emotional, but this kind of emotion you are adding to this film, how can a person survive, bhai? How can he can't cry? If a person can't cry to watching this movie, I think that person is a stone-hearted man, bhai. कुछ उसमें हार्ट नहीं है भाई. Oh God. Try not to ये हो गया क्या, क्राई चाहिए. Oh God. मैंने अपनी पूरी I don't think मैं रोता नहीं हूँ यार ज्यादा, मैं सच्ची बोलूँ ना, I don't cry usually. मैंने फर्स्ट पार्ट से ही रो दिया था. मैं फर्स्ट पार्ट में मैंने रोया, लेकिन मैं इतना एक फिल्म के लिए I don't cry and I genuinely I have watched many emotional movies but most of the emotional movies में मैं रोता नहीं हूँ and मुझे लगा था वाड़ा रुलाएगी, लेकिन इतना नहीं यार. How can you do that? Painful It and was heart touching. It was a perfect mix of comedy, emotional and the adrenaline rush scenes जो papadam fight last में हुई. I loved it. I literally loved it. So yeah, that was our reaction on Vada 2. I don't know, I'm not in the state to say anything now. I'm just thinking about that. I'm just in that atmosphere right now, so I can't speak. Hope you liked our reaction. Don't know. If you liked it, just like this video. That's all.
मेरे को इतना ये हो रहा है ना कि मैं आँख मिला के भी बात नहीं कर पा रहा. Okay, that's for it. That is for today. मैं मिलता हूँ आपको किसी नेक्स्ट वीडियो में. Till then, be safe, be alert. Thanks for watching. Bye. Bye.